മനുഷ്യ വന്യജീവി സംഘർഷം കേരളത്തിലെ ഒരു ദൈനംദിന ജീവിത പ്രശ്നമായി മാറിക്കഴിഞ്ഞിട്ട് നാളേറെയായി. കാട്ടാന, കടുവ, കാട്ടുപോത്ത്, കാട്ടുപന്നി, പുലി തുടങ്ങിയ വന്യജീവികളുടെ ആക്രമണങ്ങളിൽ ആളപായവും സ്വത്തുനാശവും മിക്ക ദിവസങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മലയോര മേഖലകളിൽ ഇത് ഏറെ നാളായി ഒരു ക്രമസമാധാന പ്രശ്നം കൂടിയായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതികൾ കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. വനംവകുപ്പിന് കീഴിൽ കേരളത്തിന്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള മലയോര വനമേഖലകൾ കേന്ദ്രീകരിച്ചാണ് വിവിധ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. സൗരോർജ്ജ വേലി മുതൽ വനമേഖലയിലുള്ള കുടുംബങ്ങളുടെ മാറ്റിപ്പാർപ്പിക്കൽ വരെ ഇതിൽ ഉൾപ്പെടുന്നു. കിഫ്ബി വഴി നടപ്പാക്കുന്ന ഈ പദ്ധതികളിൽ ശ്രദ്ധേയമാണ് ആനിമൽ ഹോസ്പൈസ് സെന്റർ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്. കേരളത്തിൽ മൊത്തമായിട്ട് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കടുവ പ്രശ്നങ്ങളുള്ള ഒരു ജില്ല എന്ന് പറയുന്നത് വയനാടാണ്. അപ്പം അതിൻ്റെ തീവ്രത എത്രത്തോളമാണെന്ന് മനസ്സിലാവണമെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ ഒരു 10-12 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 15 വർഷത്തിനുള്ളിൽ നമ്മൾ 50ഓളം കടുവകളെ ഇങ്ങനെ മനുഷ്യ വന്യജീവി സംഘർഷമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പിടികൂടിയിട്ടുണ്ട്. അതിനകത്ത് 47 കേസും വയനാട്ടിൽ തന്നെയാണ്. ബാക്കി 3 കേസുകൾ മാത്രമാണ് മറ്റ് ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ നിന്ന് മാത്രം തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം വന്യജീവി സംഘർഷം കൂടുതലാണ് വയനാട്ടിലെന്ന്. വയനാട്ടിൽ അപകടകാരികളായ കടുവകൾ മനുഷ്യവാസ മേഖലയിൽ തുടർച്ചയായി എത്തുകയും ആൾനാശത്തിന് കാരണമാകുകയും ചെയ്തതിനെ തുടർന്നാണ് ഹോസ്പൈസ് 2022 സ്ഥാപിച്ചത്. കഴിഞ്ഞ 10-13 വർഷത്തിനിടയിൽ ഏകദേശം 12ഓളം ആൾക്കാരെ കടുവയുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് കേരളത്തിൽ. അതിൽ 9 കേസുകൾ വയനാട്ടിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ വയനാടെന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 15 വർഷത്തോളം കാലമായിട്ട് ഇത്തരത്തിൽ കടുവ മനുഷ്യൻ ആയിട്ടുള്ള സംഘർഷം ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ജില്ലയാണ്. ആ ഒരു സമയങ്ങളിൽ തൊട്ട് തന്നെ വയനാട്ടിൽ നിന്ന് പിടിക്കുന്ന കടുവകളെ ആൾക്കാരുടെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് നമ്മൾ ഒരിടത്തു നിന്ന് പിടിക്കുന്നു, മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി തുറന്നു വിടുന്നു എന്നുള്ള ഒരു ആരോപണമായിരുന്നു വനംവകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും കാലാകാലങ്ങളായിട്ട് വയനാട്ടിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിലനിന്നിരുന്നത്. അപ്പം അവരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കടുവേനെ ഇപ്പോൾ തോൽപ്പെട്ടി ഭാഗത്തു നിന്ന് ഒരു കടുവയെ പിടിക്കുന്നു, അതിനെ നമ്മൾ കൊണ്ടുപോയി മുത്തങ്ങ ഭാഗത്ത് വിടുന്നു എന്നുള്ളത്. കാരണം മൃഗശാലയിലേക്ക് മാത്രമാണ് നമുക്ക് കേരളത്തിലെ കടുവകളെ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നത്. അവ ഫുള്ളായിരിക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ പരിക്ക് പറ്റിയ കടുവകൾക്ക് ചികിത്സ നൽകാനോ അല്ലെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കാനോ നമുക്ക് മറ്റൊരു സംവിധാനം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 10-12 വർഷത്തിൽ 50 കടുവകളെ മനുഷ്യന് അപകടകരമായതുകൊണ്ട് പിടികൂടിയിരുന്നു. ഇവയിൽ പലതും പ്രായാധിക്യം കൊണ്ടും പരിക്കുകൾ കൊണ്ടും അവശരായിരുന്നു. 2022 ഫെബ്രുവരി മാസം 26-ാം തീയതിയാണ് നമ്മുടെ ആനിമൽ ഹോസ്പൈസ് ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എന്ന പേരിൽ നമ്മുടെ ഈ ഒരു സംവിധാനം വയനാട്ടിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതിനുശേഷം മാർച്ച് 10-ന് നമുക്ക് ആദ്യമായിട്ട് ഇവിടേക്ക് ഒരു കടുവ വരികയും ചെയ്തു. അപ്പം ഈ ഒരു സെൻറ്ററിൻ്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം അല്ലെങ്കിൽ ഏറ്റവും പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്ക് ഇത്തരത്തിൽ പരിക്ക് പറ്റിയ കടുവകളുടെ പുനരധിവാസവും അതേപോലെ അവയുടെ ചികിത്സയുമാണ്. അതുകൊണ്ടാണ് ആനിമൽ ഹോസ്പൈസ് ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു പേരിൽ ഇത് അറിയപ്പെടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ കണക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹോസ്പൈസ് സെൻറ്റർ വന്നതിന് ശേഷം നമ്മുടെ കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ 14ഓളം കടുവകളെ നമ്മൾ ഇവിടെ വയനാട് ജില്ലയിൽ നിന്ന് പിടികൂടുകയുണ്ടായി. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിൻ്റെ ഭാഗമായി 14ഓളം കടുവകൾ നമ്മൾ പിടികൂടുകയുണ്ടായി. അതിനകത്ത് 7 കടുവകൾ നിലവിൽ നമുക്കിവിടെയുണ്ട്. ഈ ഒരു ഹോസ്പൈസ് സെൻറ്ററിൽ നമുക്ക് നിലവിൽ ഇവിടെയുണ്ട്. ബാക്കിയുള്ളത് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, തൃശ്ശൂർ സൂ, തിരുവനന്തപുരം മൃഗശാല, ഇത്തരം ഈ 3 സ്ഥലങ്ങളിലേക്ക് മാറ്റി നമ്മൾ നിർത്തിയിട്ടുണ്ട്. വയനാട് വന്യജീവി സംഘത്തിൻ്റെ കീഴിലുള്ള ഈ ഒരു ആനിമൽ ഹോസ്പൈസ് യൂണിറ്റിൽ നിലവിൽ 7 കടുവകളെയാണ് നമ്മൾ പരിചരിച്ചു പോകുന്നത്. അതിനകത്ത് വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യ വന്യജീവി സംഘർഷം ഉണ്ടാവുകയും കന്നുകാലികളെ പിടികൂടിയതും മനുഷ്യരെ ആക്രമിച്ചിട്ടുള്ളതായിട്ടുള്ള കടുവകളെയാണ് നമ്മൾ ഇവിടെ ഈ ഒരു ഹോസ്പൈസ് സെൻറ്ററിൽ സംരക്ഷിച്ചു പോരുന്നത്. അവയെ തിരികെ ഒരിക്കലും കാട്ടിലേക്ക് വിടാൻ പറ്റാത്ത അല്ലെങ്കിൽ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ഇര തേടാൻ പറ്റാത്ത, പ്രായാധിക്യം കാരണം സ്വാഭാവിക വനത്തിൽ നിന്ന് പുറത്തായ അല്ലെങ്കിൽ പരിക്ക് പറ്റി പുറത്തേക്ക് വന്ന കടുവകളാണ് നമുക്കിവിടെ ഉള്ളത്. ഇവയെ ഒരിക്കലും നമ്മളിനി തിരികെ കാട്ടിലേക്ക് വിടില്ല. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു ഫെസിലിറ്റി നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ കിട്ടുന്ന കടുവകളെ നമുക്ക് സംരക്ഷിക്കാനും ജനങ്ങളുടെ ഭീതി അകറ്റാനും ഈ ഒരു ഹോസ്പൈസ് സെൻറ്റർ വന്നതോടുകൂടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ നിലവിലത്തെ സംവിധാനം അനുസരിച്ച് നമുക്ക് 4 കടുവകളാണ് ഈ ഒരു ഹോസ്പൈസ് സെൻറ്ററിൻ്റെ കപ്പാസിറ്റി. പക്ഷേ നിലവിൽ നമുക്ക് 7 കടുവകളെയാണ് നമ്മളിവിടെ സംരക്ഷിച്ചു പോരുന്നത്. 1-2 പദ്ധതികൾ, സർക്കാരിൻ്റെ തന്നെ 1-2 പദ്ധതികളിൽ നമുക്ക് ഇതൊരു യൂണിറ്റാണ്. ഈ 4 കടുവകളെ വെക്കുന്ന ഒരു യൂണിറ്റാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത്. അത് ഭാവിയിൽ
1 or 2 യൂണിറ്റുകളും കൂടെ ചേർത്ത് ഏകദേശം ഒരു 12ഓളം കടുവകളെ സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള പ്രോജക്റ്റുകൾ സർക്കാരിൻ്റെ പരിഗണനയിലുള്ളതാണ്.